ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة 40 ವರ್ಷ ಎತ್ತಿಯಂಗ್ ಕಾಲ ಆ ಅಡಿಮ ಚೆಲ್ಡ ಎಂದ್ರ ಚೆಲ್ಡ ರಬ್ಬಿ ಔಸಿಅನಿ ಅನ್ ಅಶ್ಕುರ ನಿಅಮತಕ ಅಲ್ಲತಿ ಅನ್ಅಮ್ತ ಅಲಯ್ಯ ನಕ್ ನೀ ತನ್ನಂಕೆತ್ತ ನಿಅಮತುಗಳು ಎತ್ರയാണ് റബ്ബേ എണ്ണുക സാധ്യയില്ല ಅದಕ್ಕೆ നന്ദി ആക്കുക തൗഫീഖ് തരണം വഅലാ വാലിദയ്യ നന്റെ അപ്പവും മകന് എത്ര നിഅമത്ത് കൊടുത്തര നക്ക് മാത്രമല്ല നന്റെ അപ്പവും മോ കൊടുത്തെങ്കെത്ത നിഅമത്ത് ಅದಕ್ಕೆ ಶುಕ್ರ ಆಕುವ ನಕ್ ನೀ തൗഫീഖ് തരണം വഅൻ അഅമല സ്വാലിഹൻ തർളാ നീ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ആക്കുക നീ പൊരുത്തപ്പെട്ട പണിയാക്കവും നക്ക് തൗഫീഖ് തരണു വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി നന്റെ മക്കളെ നീ നന്നാക്കണു ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ ನಾನು നിക്ക് തൗവാക്കിയ ನಾನು മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളാണ് ഇങ്ങനെ ദ്വാർക്കൊണ്ട 40 ವರ್ಷ കഴിഞ്ഞാൽ പിന്നെ ഈ ദ്വാ മറക്കണ്ട റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ കാര്യമായും കേൾക്കണായെങ്കെത്ത 4 വിഷയം നിക്ക് നീ നക്കാക്കെങ്കെത്ത നിഅമത്ത് ശുക്റാക്കു തൗഫീഖ് തർന്നു ഒന്ന് രണ്ടാമത് നല്ല നല്ല പണിയാക്കു തൗഫീഖ് തർന്നു മൂന്നാമത് നന്റെ മക്കളെ നീ നന്നാക്കണം ഇതാണ് ഊടെ 40 ವರ್ಷ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് താഞ്ചൊന്നു കേൾക്കണമെങ്കിൽ വിഷയ പഠിപ്പാട്ടമേ ഇല്ല ഇങ്ങനത്തെ ആൾമാർക്കുള്ള ഗുണം എന്തൊരു കൊണ്ടുണ്ട ഖുർആൻ ചൊല്ലു ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു വനതജാവസു അൻ സയ്യിആതിഹിം ഫീ അസ്ഹാബിൽ ജന്ന വഅദ സ്വിദ്ഖില്ലദീ കാനൂ യുഅദൂൻ ഇങ്ങനത്തെ ആൾമാർ ആക്കണമെങ്കിൽ പണികൾ നിങ്ങൾ സ്വീകരിക്കട അങ്ങ് ആക്കിയെങ്കിൽ തപ്പിടി നിങ്ങൾ ഇല്ലാണ്ടാക്കട 40 ವರ್ಷ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ദ്വാക്കണമെങ്കിൽ ആൾമാരുണ്ടാറില്ലേ സുലഭമില്ല ഞങ്ങൾ ബാക്കിയിരുന്ന ലിസ്റ്റ് നിങ്ങൾക്ക് ചെമ്മയ്ക്കിട് ഇത് മറക്കിട് 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പല ആൾമാർക്കും ആവാത്തങ്കെത്തതുവായാണ് ഖുർആൻ ചൊന്നുകൊണ്ടുള്ളത് ഇതാണ് കേൾക്കണത് ഇങ്ങനെ ഒരു ആക്കിടാണ്ടായെങ്കിൽ അവന്റെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക ഒന്നും രണ്ടാമത് അവന്റെ മുന്നിലത്തെ ബതുക്കുൽ കുറെ തപ്പ് വന്നിട്ട് ആ തപ്പുടെ എല്ലാം നിങ്ങൾ പുറത്തിട്ടു അങ്ക് നിങ്ങൾ സ്വർഗം കൊടുക്കടാണ്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുണ്ട് അപ്പൊ എന്തൊരു ദുആ നടത്തുന്നുണ്ട് കേട്ടെങ്കിൽ ഈ ദുആയാണ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി നക്ക് നന്റെ മക്കളെ നീ നന്നാക്കുന്നുണ്ടെങ്കിൽ ദുആ അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നന്നാക്കി തരുമാറാവട്ടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുക അല്ലാഹു തൗഫീഖ് തരട്ടെ സൂറത്ത് യാസീനിൽ ഒരു വക്കത്തുണ്ട് ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഊൻ സ്വർഗ്ഗത്തെ വലിയൊരു ഗുണം നിഅമത്ത് എന്തെന്ന് ചൊന്നെങ്കിൽ അവിടെ ചില പുറത്തമേ പോയിട്ടായിട്ട് അപ്പൊ മാത്രം സ്വർഗ്ഗത്തിൽ കണ്ടേ മോളിലെ കണ്ടില്ലേ മോണ്ടെ കണ്ടില്ലേ പെഞ്ഞായിരെ കണ്ടില്ലേ ഇത് വലിയ ദുഃഖല്ലേ വലിയ ಬೇಜಾರಲ್ಲೇ ದುನಿಯಾವಿൽ എത്ര കൊസിയിൽ ഞങ്ങൾ ഇന്ന എവിടെയെല്ലാം ഒട്ടിಗೆ പോയോണ്ടിരുന്ന പക്ഷേ ഏറ്റവും നല്ല നിഅമത്തുള്ള സ്വർഗത്തുക തുമ്പ പെഞ്ഞായില്ലേ അല്ലെങ്കിൽ മാപ്പിള ഇല്ലേ അല്ലെങ്കിൽ മക്ക ഇല്ല ഇതെന്തൊരു മുസീബത്ത് റബ്ബേ ഞാൻ ദുബായിയുടെ ബുർജ് ഖലീഫത്ത് പെഞ്ഞായിയുടെ മക്കളെ എല്ലാവരെയും കൂട്ടിയുണ്ടാവും പോയിടെ അവിടെ ടൂർ പോയിട്ടിന്ന് അതുപോലെ അപ്പുറത്തെ ബുർജുൽ അറബ് പോയിട്ടിന്ന് അവിടെ എല്ലോ ഒക്കെ കാശ്മീരത്തും അവിടെയും എൻ്റെ പെഞ്ഞായി മക്ക ഒരു കൊസി കിട്ടണമെന്ന് ചെന്നിട്ട് കൊസിയിൽ പോയിടെ അവിടെ പാർക്കിൽ തെച്ചിടെ ഭയങ്കര കൊസിയാണ് ഭയങ്കര സന്തോഷമാണ് പക്ഷേ നിയമത്തുകളെ കൊണ്ട് നിറഞ്ഞെങ്കത്തൊരു ലോകമുണ്ട് ആ ലോകത്ത് പോയി നോക്കുമ്പോൾ ചിലപ്പോൾ നാണയില്ലേ ചിലപ്പോൾ എൻ്റെ പെഞ്ഞായിയില്ലേ ചിലപ്പോൾ മക്കയില്ലേ മക്ക 5 ആളുള്ളവരുണ്ടായ 2 മക്കളെ കാണ്ടേയില്ല ഇത് എത്ര വലിയ ദുഃഖമാണ് പിന്നെ അവന് സ്വർഗ്ഗം കിട്ടിയിട്ട് എന്തിനാക്കളും അവിടെയാണ് ഖുർആൻ ചൊല്ലുന്നത് ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ സ്വർഗ്ഗത്തിൽ ഒരു കൂട്ട ആൾമാരുള്ള അങ്ങനെ നല്ല സുഖിച്ചുകൊണ്ടുള്ള ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ സ്വർഗ്ഗം ചെല്ലുമ്പോൾ കൊസിയാവില്ലേ സ്വർഗ്ഗത്തെ ಬಗ್ಗೆ ನಂಗೆ ಗೊತ್ತಿಲ್ಲ പഠിച്ചിട്ടില്ല ഞങ്ങൾ സ്വർഗ്ഗത്തെ ಬಗ್ಗೆ പഠിച്ചിട്ട് നോക്കുന്നു സുബ്ഹാനല്ലാഹ് അത് ഒരാൾക്ക് വർണ്ണിക്കുക സാധ്യയില്ല അങ്ങനത്തതാണ് സ്വർഗം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നാണ്ട് ചെന്നെങ്കിൽ മയാവലെ സ്വർഗ്ഗത്തെ ಬಗ್ಗೆ പഠിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നാൻ ചൊല്ലും അല്ലാഹുവേ സ്വർഗ്ഗം ഞാൻ കേട്ടുകൊണ്ടുള്ള എന്താണ് സ്വർഗം സ്വർഗം ചൊന്നെങ്കിൽ എന്തിരെ ഒരാൾക്കും ഊഹിക്കുക സാധ്യയില്ല ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരാളെ കൽബുൽ ഉദിക്കാത്ത നിഅമത്തുകൾ നിറഞ്ഞെങ്കത്ത ജാഗയാണ് സ്വർഗം ഒരാളെ കൽബുൽ ഉദിക്കുക സാധ്യമേ ഇല്ല കിനാവ് പോലും കാണുക സാധ്യത എന്തിനായിട്ടിക്കുക ഉടിപ്പോ തെച്ചെങ്കത്തെ ആൾമാർ ചിലപ്പോൾ ഇന്നലെ ജാവ് എന്തെല്ലാം കിനാവ് കണ്ടിട്ടിക്കുവാർ കിനാവ് കാണുക തീര കിനാവ് എന്ത് വേണം കാണല്ലേ എന്തിന് കിനാവ് കണ്ടേ ബുർജ് ഖലീഫത്തെ മാലിക് നാനേ ഉള്ള
₹100 ಇಲ್ಲತ್ತವನು ನಾನು ಎಂದ್ರೆ ಹಾಕಿ ಜಾವು ಇನ್ನಲ್ಲ ಕಿನಾವು ಕಂಡೆ ಬುರ್ಜ್ ಖಲೀಫತ್ತೆ ನಾನು ಇರ್ತಲ್ಲ ಇನ್ನಲ್ಲಿ ಜಾವು ಸುಬ್ಹಾನ ಮಂಜ ಇನಿಪ ಟೂರ್ போனேங்க ತಲೆ ಬೆಚ್ಚಂದಿಲ್ಲ ಅದು ನಂಡೆದೆ ಬುಕ್ ಹಾಕೊಂಡಂದಿಲ್ಲ ಬುಕ್ಕ ಕ್ಲಾಕ್ ಟವರ್ எடுத்தவே நான் ஒரு 4-5 ரூம் அதில் எடுத்தேன் கிளாக் டவரில் போயிட்டு இப்பறத்தோ ஆடம்பரங்களை கொண்டு நிறைஞ்ச 7 ஸ்டார் ഹോട്ടൽ നാനേ എടുത്തത് അതിലെ ഉടമ നാനേ ലോകത്തെ ഏറ്റവും വലിയ നമ്പർ 1 കോടീശ്വരന്റെ മുകളിലെ മങ്ങിലായുള്ളതാണ് രാജകുമാരിയുടെ മോൾ എന്ത് വേണമെങ്കിൽ സങ്കല്പിക്കുക എന്തെല്ലാം സങ്കല്പിക്കുന്നത് ഇവിടെ ഉള്ള 100 ആൾമാരൊട്ടിയെ ചെല്ലു നിങ്ങൾ സങ്കല്പിക്കുക 100 ടൈപ്പ് സങ്കല്പിക്കുക വെറുതെ 5 പൈസ കൊടുക്കണ്ടല്ലേ എന്ത് വേണം സങ്കല്പിക്കുക തെച്ചിട്ട് മുണ്ടാൻ തെച്ചിട്ട് ഒരു മിനിറ്റ് ഉള്ള ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഞാൻ ചെന്നല്ലേ ദുനിയാവും ചെന്നെങ്കിൽ അത് മാത്രമാണ് ജാവു ഞാൻ ഉറങ്ങിട്ടിരിക്കുമ്പോൾ ഉറങ്ങിയിട്ട് കിനാവുള്ളൂ കാണുന്ന മാത്രം അത് വർക്കിലുള്ള ഹയാത്തിൽ നേരെ എൻ്റെ വിചാരിക്കുക അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് ഔട്ട് വന്നിട്ട് കുറേ ആൾമാർ വിളിച്ചുകൊണ്ടേ വോട്ടറുടെ ടൈമല്ലേ വോട്ടവിടെ ടൈമല്ലേ നിങ്ങൾ വന്നിട്ട് എന്തി പറഞ്ഞു നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥിയാണ് അധ്യക്ഷ വേണ്ട പ്രധാനമന്ത്രിയോ വലുതൽ PM അഭ്യർത്ഥി നിങ്ങൾ ഒക്ക അങ്ങനെ എല്ലാവരും ചെന്നാറ് എൻ്റെ ആണയിച്ച് കൂട്ടിയ പോയാറ് എന്തിക്ക് സുലാഭത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊക്കാവ അങ്ങനെ പോയിട്ട് വോട്ടയത്ത് ജയിച്ചിട്ട് ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചേ ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൊന്നിട്ട് സൈനികർക്ക് പോകുമ്പോൾ ആരോ വന്നിട്ട് വിളിച്ചാറുള്ളൂ ചവിട്ടിയാർ കാൽ എനിക്ക് ഒരു 10 നേരം എത്തുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോൾ ഞാൻ ചെന്ന ഒരു മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം കാവത്തല്ലേ അല്ലെങ്കിൽ ഒരു സൈനിട്ടൽ പിന്നെ ഒരു പാസ്സാക്കാന്തല്ലേ ഈ റായത്തുള്ള എല്ലാ ആൾമാർക്കും ഡെയിലി ഒരു 5000 രൂപ പാസ്സാക്കല്ല സുലാഭത്ത് എന്തിനു വേണേൽ പാസ്സാക്കുക പറഞ്ഞുകൊണ്ട് ಇದೆಲ್ಲ ಸಂಕಲ್ಪಿಕಗೋಡು ವರ್ಣ್ಯವನು ಕಿನಾವುಲ್ ಎಂದ್ರೆ ಬೇನಂಗೆ ಸಂಕಲ್ಪಿಕಗೋಡು ಸುಭಾನ ನಾನಿಪ್ಪ ಚೊನ್ನದು ಕೊರಡಿಯಾನ್ ಎಂದ್ರೆ ಬೇನಂಗೆ ಸಂಕಲ್ಪಿಕೋರು ಅಮೇರಿಕದ ಪ್ರೆಸಿಡೆಂಟ್ ನಾನು ಆಯ ಸಂಕಲ್ಪಿಕ ದುಬಾಯಿയുടെ പ്രധാനമന്ത്രി നാനേ ഉള്ള മുന്നോട്ട് ആളാ അയാൾ എവിടെ പോയിട്ട് ಗೊತ್ತಿಲ್ಲ ನಾನೇ ಇಪ್ಪ ಪ್ರಧಾನ ಆರ್ಗೆ ಎಂದ್ರೆ ಬೇನಂಗೆ ಸಂಕಲ್ಪಿಕ പക്ഷെ സ്വർഗത്തെ ಬಗ್ಗೆ ചൊന്നത് നോക്കിയാറ നിങ്ങൾ മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ ഒരാൾക്കും കിനാവ് കാണുക ആവാത്ത ഒരാൾക്കും സങ്കല്പിക്കുക ആവാത്ത സുഖങ്ങൾ അപ്പൊ എന്തിനായിട്ടിക്കോ ബുർജ് ഖലീഫത്തെ ഉടമ എന്തോ അല്ല നാൻ ഇടീ ദുബായിയുടെ വിലക്കെടുത്തെങ്കത്ത ആളെന്തോ അല്ല നാൻ മറുഭൂമിയ സ്വർഗ നന്റെ കയ്യിൽ ಅದರಾಟಿ ಅಪ್ಪುರಾണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഊഹിക്കുക പോലും സാധ്യയില്ല എന്തിനായിട്ടിക്കോ അത് കിനാവ് ಎಂದರೆಲ್ಲ ನಂಗೆ ಕಾಂಡ ഇവിടെ തെച്ചവിടെ നിനക്ക് എന്തെല്ല സങ്കല്പിക്ക പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു നിക്ക് സങ്കല്പിക്കാവില്ലേ നിന്റെ കിനാവുൽ കാണാതെങ്കത്തെ സുഖങ്ങൾ അവിടെയുണ്ട് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ ഖുർആൻ ചന്തല്ലേ അങ്ക് റെഡിയാക്കി വെച്ചത് അത് മറക്കപ്പെട്ട് അങ്ക് ചൊല്ലുക സാധ്യയില്ല അങ്ങ് അത് ഊഹിക്കുക പോലും സാധ്യയില്ല തതജാഫാ ജുനൂബുഹും عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون സ്വർഗ്ഗത്തെ ಬಗ್ಗೆ ഖുർആൻ ചൊല്ലുന്ന സൂറത്തു സജദ എല്ലാ ജാവുകും സൂറത്തു സജദ ഓതാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ അങ്ങ തഹജ്ജുദ് നിസ്കരിക്കരെങ്കിൽ താൽമാർ പഠിച്ചോണ് പോയനായിട്ടുള്ള തഹജ്ജുദ് ആവാ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ അങ്ങ സഡൻ ഇങ്ങനെ എൻച്ചു പോണ്ടാറ് ഈ പാട്ടൊന്നും ഉണ്ടില്ല അങ്ങനെ ഭാഗ ഇങ്ങനെ എനിക്കിട് തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ രാത്രി സമയത്ത് 2 റക്അത്ത് 4 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവെ പേടിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് അങ്ങ് പുൽപുടറാറ് കണ്ണട തന്നി വണ്ട് നിരന്തരമായി ദ്വാർക്കടാറ് ഒമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഞങ്ങൾ കൊടുത്തതിൽ നിന്ന് ചെലവാക്കടാറ് എന്നിട്ട് അവിടമേ ചൊല്ലും സ്വർഗത്തെ ಬಗ್ಗೆ സ്വർഗത്തുള്ള കണക്ഷൻ ആണ് തഹജ്ജുദ് നിസ്കാരം സ്വർഗത്ത് കണക്ട് ആയിട്ടുണ്ട് ചെലവാക്കടെ സ്വതക്ക കൊടുക്കടെ ಅದರೊಟ್ಟಿಗೆ ദ്വാർക്കടെ ഈ മൂന്നര സ്വർഗത്തൊട്ടിಗೆ കണക്ട് ആയിട്ടാണ് ഖുർആൻ ചൊന്നുകൊണ്ടുള്ളത് ഞങ്ങൾ വിഷയം അതല്ല ഞാൻ ചെന്ന് വന്നുകൊണ്ടുള്ള കൂടെ അങ്ങനത്തെ സ്വർഗത്ത് പോകുമ്പോ അവിടെ ഏതാ ചില ആൾമാരെ കാണ്ടില്ലേ കുറച്ച് ആൾമാരെ കാണ്ടില്ല എന്ന് ചൊല്ലിയത് ദുഃഖാണ് അപ്പൊ കുറെ ആൾമാർ അവിടെ ഉള്ളാറ് അങ്ങനെ സുഖം എന്തൊരു ബന്ധുണ്ട ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ സൂരിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ അങ്ങനെ പെഞ്ഞായിമാർ അങ്ങനെ കുടുംബ വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയതുഹും അൽഹഖനാ ബിഹിം ദുർരിയതഹും ഈമാനുള്ളെങ്കത്തെ ആൾമാർ അങ്ങനെ പിന്തുടർന്നെങ്കത്തെ നല്ല മക്ക അങ്ങനെ എല്ലാവരും സ്വർഗത്ത് കൊണ്ടാറ് എന്ന് ഖുർആൻ ചൊന്നുകൊണ്ടുണ്ടു അപ്പൊ ഈ ആൾമാർ ഇങ്ങളെ പെഞ്ഞായിമാർ ഇങ്ങളെ മക്ക എല്ലാം നല്ല സ്വർഗത്തിലുള്ളെങ്കത്തെ ആ പാർക്കിൽ അങ്ങ് ഉല്ലസിക്കിടാറ് സ്വർഗത്തെ പാർക്കിൽ ഉല്ലസിക്കിടാറ് അങ്ങ് വലിയ കുസിയാണ് ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ സുഹുലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ അങ്ങ് എന്താണോ വേണ്ടി
പേടിയെ അതെല്ലാം അവിടെ ഉണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം പറഞ്ഞിട്ട് തൻ്റെ എന്തല്ല, പറഞ്ഞിട്ട് തൻ്റെ അല്ല. ഒരു യജമാനൊരട്ടിയെ പോയി കേൾക്കുമ്പോൾ ഒരു നാൾ ഫുള്ള് കൊടുത്തവള, പിറ്റാന്തല് കൊടുത്തവള, മൂന്നാമത്തെ നാൾ ആട്ടിയിട്ട് ഓട് വാട്ടിയവള, എന്തിന് വീട്ടിൽ പോണ്ടേ ഇല്ലേ? അങ്ങനെ എന്തോ അല്ല. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നിങ്ങൾ എത്ര കേട്ടാരെങ്കിലും, എത്ര എടുത്താരെങ്കിലും, എത്ര അനുഭവിച്ചാരെങ്കിലും അത് വർണ്ണിച്ച് തീർക്കുക സാധ്യത. പിന്നെയും പിന്നെയും കിട്ടത് ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, സ്വർഗത്ത് അവസാനം കടക്കടങ്കത്ത ആളവസ്ഥ. അള്ളാഹുടെ ഖജനാവ് എത്ര വലുതുണ്ട് റബ്ബെ. ഞാൻ പിന്നെ അള്ളാഹുടെ വകയല്ലേ ഞങ്ങൾ ചൊന്നെ, എത്രമാ വലുതാണ്, ചൊന്നു തീർക്കുക ആവാത്തതാണ്. അള്ളാഹുടെ ഖജനാവ് അത്രയും വലുതാണ്. സ്വർഗത്ത് അവസാനം പോണ്ടെങ്കത്ത ഒരാൾ, അവസാനം പോകുമ്പോ സ്വർഗത്ത് ലാസ്റ്റ് പോണ്ടെങ്കത്ത ഒരാൾ സ്വർഗത്ത് ഉൾഗബൈത്തിന് വരും പോയിട്ട് അങ്ങനെ ഒരു നാൾ അയാൾക്ക് മനസ്സാവിടെ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ വണ്ടെങ്കത്തെ സ്വർഗത്തിൽ കൂടി ആൾമാരെല്ലാം ഒന്ന് സൽക്കാറാക്കണം ചെന്ന് എത്ര പണിക്കും. ഒരു 100 ആൾമാരെ നോമ്പ് തറപ്പാട്ടുണ്ടെങ്കിൽ എത്ര ചെലവുണ്ട്, എത്ര ഖർച്ചുണ്ട് അല്ലേ? ഇത് ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ ഉള്ളെങ്കത്തെ ആൾമാരിൽ മോമിനീങ്ങളായി സ്വർഗത്തുള്ളങ്ങളെ ഒന്ന് സൽക്കാറാക്കണം നക്കുണ്ട്. ആർക്ക് മനസ്സാവിടെ? ഇയാളെ എന്ത് വിൽക്കുക? ലാസ്റ്റ് പോയാലല്ലേ ഇല്ല വേറെ ചിലപ്പോൾ ജഹന്നമിയെ നരകത്തിൽ പൂണ്ടിട്ടു ശിക്ഷ അനുഭവിച്ചിട്ട് പുറത്ത് വന്നിട്ട് സ്വർഗത്ത് പോയെങ്കത്തെ ലാസ്റ്റ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ലാസ്റ്റ് ആള്. അപ്പൊ ഫസ്റ്റ് ആൾമാരെ ಬಗ್ಗೆ ഞങ്ങൾക്ക് അത് ചൊല്ലുക പദമില്ല, സാധ്യമല്ല, ഊഹിക്കോ സാധ്യമല്ല. അപ്പൊ ഈ അവസാനം നരകത്തെ വന്നിട്ട് സ്വർഗത്തേക്ക് പോയ ആളെ ഒരു ആശ നക്കൊന്ന് എല്ലാവരും സൽക്കാറാക്കണോ. അങ്ങനെ അള്ളാഹു തആല റെഡിയാക്കട സൽക്കാറാക്കാൻ. ഇയാൾ അത്ര ആൾമാരെ സൽക്കാറാക്കിയെങ്കും ഇയാളെ സമ്പത്തിൽ നിന്ന് ഒരു അല്പം പോലും കൊറടിയാവില്ലേട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവ എന്തരായിട്ടിക്കും അത്? അപ്പൊ അയാൾക്കുള്ളെങ്കത്തെ സൗകര്യങ്ങൾ എത്ര ആയിട്ടിക്കൂ? അയാൾക്കുള്ളെങ്കത്തെ നിഅമത്തുകൾ സ്വർഗത്തിൽ കിട്ടുന്നത് എന്തായിട്ടിക്കൂ? എത്ര വലിയ മുതലാളിയിൽ പേരൊക്കെ ചിക്കമകളൂരുടെ ഏറ്റവും വലിയൊരു മുതലാളി അയാൾ തീരുമാനാക്കിയിട്ട് ഈ റായത്തുള്ള മുഴുവൻ ആൾമാരെന്നാണ് നോമ്പ് തർപ്പാട്ടെ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഫുഡ് കൊടുക്കാൻ തീരുമാനാക്കിത്തിന് വിചാരിക്കാം. അങ്ങനെ തീരുമാനാക്കിയിട്ട് നോമ്പെല്ലാം തറപ്പാട്ടിയിട്ട് പിറ്റിയാൻ കുറച്ച് ആൾമാർ അയാളെ മുട്ട പിരിവ് പോയാറും വിചാരിക്കാം. ഞങ്ങമ്മേ ജമാഅത്തിറങ്ങി പോയാണ്ട് വിചാരിക്കാം. അപ്പൊ അയാൾ എന്തിനു ചൊല്ലു? ഏറ്റവും വലിയ കോടീശ്വരനാണ് അയാൾ ചൊല്ലു. തറന്നുണ്ടല്ലോ ഞാൻ വിചാരിച്ചിട്ടില്ല, ഇന്നലെ ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല, അത് ഡബിൾ ആൾമാർ വന്നിട്ട് നക്ക് ഭയങ്കര ടൈറ്റ് ഉണ്ട്. അയാൾ ഗ്യാരണ്ടി ചൊല്ലു ഇന്നലത്തെ അയാൾ. കാരണം അത്ര കൊടി അവിടെ അയാൾ അത്ര ലാക്ക് കോട്ടി അയാൾ ഇന്നലെ തീന്നിറ്. ഇത് സ്വർഗത്തെ അവസാനം പോയെങ്കത്തെ ആള് അയാളെ ಬಗ್ಗೆ കോടീശ്വരൻ ഉണ്ടാ ചെല്ലെ. എന്തിന് അയാളെ ಬಗ್ಗೆ ചെല്ലട്ട്? ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള മോമിനീങ്ങളെ സൽക്കരിച്ചെങ്കും അയാൾ സമ്പത്തിൽ നിന്ന് ഒരു രൂപ കൊറടിയാവാത്ത പോലെ അത്രയും വലിയ സന്തോഷങ്ങൾ നിഅമത്തുകൾ നിറഞ്ഞതാണ് സ്വർഗം. അവിടേക്ക് പോകുമ്പോ കുടുംബ സഹിത സ്വർഗത്തേക്ക് പോകണുകാവണം. അതാണ് സൂറത്ത് യാസീൻ നനപ്പാക്കിയ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. അപ്പൊ നല്ല മക്കൾ ഉണ്ടാവണുണ്ടായെങ്കിൽ അപ്പ നന്നാവണു, ഉമ്മ നന്നാവണു എങ്കിൽ മക്ക നന്നാവൂടാറുണ്ട്. ഇസ്ലാം നമുക്ക് വഴിപാട്ടി തന്നുകൊണ്ടുണ്ടോ. ഒരു ആസിം ചൊല്ലെങ്കത്തെ പ്രിയപ്പെട്ട മോൻ, ആസിം ചൊല്ലെങ്കത്തെ പ്രിയപ്പെട്ട മോനു ഈ മോളുടെ മങ്ങിലായപ്പോൾ അതിലൂടെ ഒരു കിടാവ് ജനിക്കിട്. ആ കിലാവിലൂടെ ഉണ്ടായ ആളാണ് സയ്യിദുന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ലോകത്ത് തുല്യതയില്ലാത്ത ആള്. അയാൾ ആടളിത്ത സമയത്തെ ಬಗ್ಗೆ ചെല്ല് ഈ ആടും തോളം ഉണ്ടല്ലോ ചെന്നായി, അത് ഒട്ടിയെ മേഞ്ഞോണ്ട് തിന്നുണ്ടാണ്. സാധാരണ അങ്ങനെ സംഭവിക്കുക ചാൻസേ ഇല്ല. ആടറെ കണ്ടപാടെ തോള പോയിട്ട് തിന്നു. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലത്ത് ആടും തോള ചങ്ങായി മാറും. അപ്പൊ ആ ആടളിത്ത എന്തരായിട്ടിക്കോ, എന്തോ ഒരു ആടളിത്തായിട്ടിക്കോ, നീതി ന്യായ. അങ്ങനെ ഒരു നാൾ ഒരു വയസ്സരാൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ആടറെ ചെന്നായ തിണ്ടോണ്ടുണ്ടോ. അപ്പൊ അയാൾ ചൊന്തു, ഇതെങ്ങനെ ഈ 2 വർഷം ഞാനിത് കണ്ടിട്ടില്ലല്ലേ, ഒട്ടികെ ചങ്ങായിമാറായിട്ട് ഇന്നാറല്ലേ. അണ്ട് വിസയിക്കിട്ട് തൂഫി ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ സാന്നിധ്യമേ ഒരു ബർക്കത്താണ്. അയാൾ വഫാത്തായി പോയിട്ട്. അപ്പൊ അയാൾ ആടളിത്ത കാലത്ത് മനുഷ്യന്മാർക്ക് മാത്രമല്ല ജീവിങ്ങ ശത്രുക്കളായ ജീവിങ്ങൾക്ക് വരെ നീതിയാണ്, ന്യായമാണ്. അങ്ങ് പരസ്പര ചങ്ങായിപ്പാടിൽ ജീവിച്ചുകൊണ്ടിരുന്നാറുണ്ടാണ് ചരിത്രം ചൊല്ലും.